കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി ഓരോ മണ്ഡലത്തിലും ഓരോ പ്രധാനപ്പെട്ട മുന്നണികൾക്കും കിട്ടിയ വോട്ടുകൾ എത്രയാണ്, എത്ര വോട്ടുകൾക്കാണ് അവർ ലീഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 4,35,861. രണ്ടാം സ്ഥാനത്ത് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ 3,50,744. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് 1,97,975 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ലീഡ് 85,117, 117ആണ്. 85,117. കണ്ണൂരേക്ക് വരാം. കണ്ണൂർ കെ സുധാകരനാണ് ലീഡ് ചെയ്യുന്ന വോട്ട് 1,12,909. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 5,06,390. 3,93,000 വോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 3,93,481. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി രഘുനാഥന് കിട്ടിയിട്ടുള്ളത് 1,16,449 വോട്ടാണ്. കെ സുധാകരൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൃഗീയ ഭൂരിപക്ഷമാണ്, 1,12,919. ഇനി വടകരയിലേക്ക് വരാം. ശക്തമായ മത്സരം നടന്ന വടകരയിൽ പക്ഷേ വോട്ടെടുപ്പിൽ അവസാനം 5,52,490 വോട്ട് നേടി ഷാഫി പറമ്പിൽ 1,15,157 വോട്ടിൻ്റെ ലീഡ് ചെയ്യുന്നു. കെ ശൈലജയ്ക്ക് കിട്ടിയത് 4,37,333. ബി ജെ പിയുടെ വോട്ട് 1,10,701. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സരം നടന്ന മണ്ഡലമാണ്. അതിലാണ് 1,15,000 വോട്ടിൻ്റെ 15,157 വോട്ടിന് ലീഡ് ചെയ്തിരിക്കുന്നത്. വയനാട്ടിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി കിട്ടിയ വോട്ട് 6,47,445. ഹാനിരാജയ്ക്ക് കിട്ടിയത് 2,83,023 വോട്ടാണ്. ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് കിട്ടിയിട്ടുള്ളത് 1,41,045 വോട്ടാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3,64,422 വോട്ടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കോഴിക്കോടേക്ക് വന്നാൽ എം കെ രാഘവന് കിട്ടിയ വോട്ട് 5,20,421 വോട്ടാണ്. തൊട്ടടുത്ത് ഇളമരം കരീമിന് വോട്ട് കിട്ടിയിട്ടുള്ളത് 3,74,245 മാത്രമാണ്. ബി ജെ പിയുടെ എം ടി രമേശ് 1,80,666 വോട്ടുകൾ നേടിയിട്ടുണ്ട്. എം കെ രാഘവൻ്റെ ലീഡ് 1,46,176. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ വോട്ട് 6,44,006. വി വസീഫ് എൽ ഡി എഫിൻ്റെ യുവ സ്ഥാനാർത്ഥി കിട്ടിയത് 3,43,888. ഡോക്ടർ അബ്ദുൽ സലാം ബി ജെ പിക്ക് 85,361 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇട്ടിയുടെ ഭൂരിപക്ഷം 3,118,000. ഇനി പൊന്നാനിയിലേക്ക് വരാം. ശക്തമായ മത്സരം നടന്ന പൊന്നാനി. വോട്ടെടുപ്പിൽ ജനങ്ങൾ അങ്ങനെ ഒരു മത്സരം ഉണ്ടെന്ന് തന്നെ പറയുന്നില്ല. അത്രയേറെ ഭൂരിപക്ഷമാണ് അബ്ദുൾ സമദാനി കിട്ടിയത്. സമദാനി പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 5,60,531 വോട്ടുകളാണ്. കെ എസ് എം സിക്ക് വെറും 3,27,739 വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ. ബി ജെ പി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിത് കിട്ടിയത് 1,24,254 വോട്ടുകളാണ്. സമദാനി ജയിച്ച് കയറുന്നത് 2,34,792 വോട്ടുകളാണ്. മൃഗീയ ഭൂരിപക്ഷം ഒരു ഫാക്ടറും ഇവിടെ ബാധിച്ചിട്ടില്ല എന്ന് നേരിട്ട് പറയാം. പൊന്നാനി യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ട തന്നെയാണ്. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് വി കെ ശ്രീകണ്ഠൻ നേടിയ വോട്ട് 4,18,072. അഡ്വക്കേറ്റ് എ വിജയരാഘവൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം നേടിയ വോട്ട് 3,42,792. അതായത് വി കെ ശ്രീകണ്ഠൻ അതിൽ ബി ജെ പിയുടെ വോട്ട് വളരെ ശ്രദ്ധേയമാണ്. 2,49,568 വോട്ടുകളാണ് സി കൃഷ്ണകുമാർ നേടിയത്. വി കെ ശ്രീകണ്ഠൻ്റെ ലീഡ് എന്ന് പറയുന്നത് 75,274. മൃഗീയ ഭൂരിപക്ഷം. അടുത്ത ആലത്തൂരാണ്. എൽ ഡി എഫിൻ്റെ ഒരു കനൽ മാറി വേറൊരു കനൽ വന്നു എന്നേ ഉള്ളൂ. രാധാകൃഷ്ണൻ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 4 ലക്ഷം വോട്ട് പോലും കിട്ടിയിട്ടില്ല. 3,98,818 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എം എ ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടി ആലത്തൂർ എൽ ഡി എഫിൻ്റെ മണ്ഡലമായിരുന്നു. ശരിക്കും കെ രാധാകൃഷ്ണൻ്റെ ജനകീയതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രമ്യ ഹരിദാസിൻ്റെ മത്സരം ശ്രദ്ധേയമാണ്. 3,79,231 വോട്ടുകളാണ്. പക്ഷേ 1,50,000 എന്ന ഭൂരിപക്ഷമാണ് കെ രാധാകൃഷ്ണൻ മറിച്ചിട്ടത്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ബി ജെ പിയുടെ വോട്ട് 1,86,441 വോട്ടാണ്. ബി ജെ പിക്ക് നല്ല വോട്ട് പിടിക്കാൻ ടി എൻ സരസുവിന് സാധിച്ചിട്ടുണ്ട്. ആലോചിക്കേണ്ടത് കേരളത്തിൽ തന്നെ യു ഡി എഫ് എല്ലാ സ്ഥലത്തും മത്സരിച്ച് ജയിച്ചപ്പോൾ ആകെ ഒരു മത്സരം ഒരു മണ്ഡലം മാത്രം എൽ ഡി എഫിന് കിട്ടിയത് കെ രാധാകൃഷ്ണനാണ്. അത് എൽ ഡി എഫിന് കിട്ടിയ വോട്ടാണോ അതോ കെ രാധാകൃഷ്ണൻ്റെ ജനകീയത കൊണ്ട് കിട്ടിയതാണോ എന്ന് നമ്മൾ ഇനിയും വാല്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതായാലും രമ്യ ശക്തമായ മത്സരം
കാഴ്ചവെച്ചിട്ടുണ്ട് തോറ്റത്. പിടിച്ചെടുത്ത മണ്ഡലം കൈവിട്ടു പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്തത് തൃശ്ശൂരിലാണ് വമ്പൻ അട്ടിമറി നടന്നത്. ത്രികോണ മത്സരം, എക്സാക്റ്റ് ത്രികോണ മത്സരം. പക്ഷേ അതിൽ സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. സുരേഷ് ഗോപി കിട്ടിയത് 4,12,338 വോട്ടാണ്. രണ്ടാം സ്ഥാനത്ത് VS സുനിൽകുമാറിനാണ്. അദ്ദേഹത്തിന് 3,37,652 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥി KM മുരളീധരന് 3,28,124 വോട്ടാണ് കിട്ടിയത്. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വിജയിച്ചു. സുനിൽകുമാറും KM മുരളീധരൻ എന്നുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 9,000 വോട്ടിൻ്റെ, ഏകദേശം 10,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അവർ തമ്മിലുള്ളത്. 9,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആലോചിക്കാൻ, സുരേഷ് ഗോപി എന്ന് പറയുന്നത് ത്രികോണ മത്സരത്തിലാണ് 74,000 വോട്ട് പിടിച്ചതെന്നത് ആ മത്സര വിജയത്തെ ഒന്നുകൂടി ഗംഭീരമാക്കുന്നതാണ്. ത്രികോണ മത്സരത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിഹസിച്ചവർക്കെല്ലാം ഉള്ളൊരു മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. അടുത്തത് ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ്റെ വോട്ട് എന്ന് പറയുന്നത് 3,93,913 അദ്ദേഹം ലീഡ് ചെയ്യുന്ന 63,769 വോട്ടിനാണ് അദ്ദേഹം ലീഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം ആധികാരികമാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടറിയും പറയാം. അതിന് മുമ്പ് രവീന്ദ്രനാഥിൻ്റെത് 3,30,144 വോട്ട്. BJPക്ക് 1,06,000 വോട്ടുകൾ മാത്രമാണ് BDJസിന് കിട്ടിയത്. BJPക്കല്ല, BDJസിന് കിട്ടിയിട്ടുള്ളത് NDA സ്ഥാനാർത്ഥി. പക്ഷേ ഇവിടെ 2020 സ്ഥാനാർത്ഥിയുടെ വോട്ട് നോക്കും, 1,05,560 വോട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഏകദേശം BJP ആയിട്ടുള്ള ഒരു കുറവ് പറയുന്നത് ഏകദേശം 1,000 വോട്ടിൽ താഴെ മാത്രം കുറവാണ് BJPയും 2020 തമ്മിലുള്ളത്. അതാണ് ഇവിടെ രസകരമായൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെന്നി ബെഹന്നാൻ്റെ വിജയം അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മന്ദഗതിയിലായത്. ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് വരാം. ഇടുക്കിയിൽ 4,32,322 വോട്ട്. അതുപോലെ ഡീൻ കുര്യാക്കോസിന് കിട്ടി. ജോയിസ് ജോർജിന് 2,98,645 കിട്ടിയിട്ടുള്ളൂ. 3 ലക്ഷം എത്തിയിട്ടില്ല. BJPയുടെ വോട്ട് നോക്കും, 91,323 വോട്ട് മാത്രം, 1 ലക്ഷം തൊട്ടിട്ടില്ല. BJPക്ക് ബാക്കി എല്ലാ മണ്ഡലത്തിലും 1 ലക്ഷം തൊട്ടിരുന്നു. ഇടുക്കിയിലാണ് 1 ലക്ഷത്തിൽ കുറവ് വന്നത്. പിന്നെ മലപ്പുറം ജില്ലയിലൊക്കെയാണ് കുറവ് വന്നിട്ടുള്ളത്. ഡീൻ കുര്യാക്കോസ് ആദ്യഘട്ടം മുതൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം തുടരുക തന്നെ ചെയ്തു. ഇനി അടുത്ത് ഹൈബീഡിൻ്റെ വോട്ട് ഏറ്റവും രസകരമായൊരു ഫിഗർ എന്ന് പറയുന്നത് 4,82,317 അദ്ദേഹത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2,50,385. അപ്പോൾ ആ വോട്ട് മാത്രമേ ശരിക്കും ഷൈൻ ടീച്ചർക്ക് കിട്ടിയിട്ടുള്ളൂ. 2,50,355 വോട്ട്, അതുപോലും കിട്ടിയിട്ടില്ല. 2,31,932 അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. BJPയുടെ വോട്ട് വളരെ കുറയുകയും ചെയ്തു. BJPയുടെ വോട്ട് 1,44,500. അതായത് വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ BJPക്ക് ആയിട്ടില്ല. അപ്പോൾ എറണാകുളത്ത് ഹൈബീഡിൻ്റെ തേരോട്ടമാണ്. 2,50,000 എന്ന് പറഞ്ഞ ഭൂരിപക്ഷമാണ് വലിയ ഭൂരിപക്ഷം. കോട്ടയത്തേക്ക് വന്നാൽ നമുക്കറിയാം എല്ലാ കോൺഗ്രസും തമ്മിലാണ് മത്സരം. തുഷാർ വെള്ളാപ്പള്ളിയുടെ വോട്ട് നോക്കൂ, 1,63,000 വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ലീഡ് ചെയ്യുന്നത് ഫ്രാൻസിസ് ജോർജ് 3,62,348, 87,000 ലീഡ് അദ്ദേഹത്തിൻ്റെ, 87,464 ലീഡുണ്ട്. അതുപോലെ തോമസ് ചാഴിക്കാടൻ 2,74,884 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ LDFിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക് UDF കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJP അവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. LDFിൻ്റെ വോട്ട് കുറയാനുള്ളൊരു കാരണം അതുകൂടിയാണ്. അടുത്തത് പത്തനംതിട്ട എന്തോ അട്ടിമറി നടക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ 66,119 വോട്ടിനാണ് ആൻ്റോ ആൻ്റണി ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ വോട്ട് നോക്കും 3,67,623. തോമസ് ഐസക്കിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 3,01,504. 3 ലക്ഷം തൊട്ടിരിക്കുന്നു. പക്ഷേ BJPയുടെ വോട്ട് അവിടെ ഏകദേശം 2,34,406 വോട്ട് തന്നെയില്ല ആൻ്റണിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻ്റോ ആൻ്റണി തോൽക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവസാനം ആൻ്റോ ആൻ്റണി തന്നെ വിജയിച്ചു. ഒരു മാറ്റവും പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടില്ല. അടുത്തത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലൊരു കനൽ കെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ കനൽ കെടുത്തി KC വേണമുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. 4,04,560 വോട്ടാണ് KC വേണുഗോപാലിന് കിട്ടിയത്. 3,41,000 വോട്ടാണ് ആരിഫിന്. 2,99,648. ഏകദേശം 3 ലക്ഷത്തിനടുത്ത് വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചു. അതാണ് LDF തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈഴ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ ആരിഫിന് കിട്ടിയിട്ടില്ല. ഈ 2 എലമെൻറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് LDF തോറ്റത്. പിന്നെ KC വേണുഗോപാലിൻ്റെ വ്യക്തിപ്രഭാവം അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തിലെ UDF തരംഗം ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടി ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് ഒരു പരിധിവരെ LDFിൻ്റെ വിജയത്തെ തടഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാം. അടുത്തത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ കുടിക്കുന്നിൽ ജയിച്ചിരിക്കുന്ന 9,501 ചെറിയ ഭൂരിപക്ഷത്തിലാണ്.
അതായത് 3,62,209 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അരുൺകുമാറിന് 3,52,708 വോട്ട് കിട്ടി. BJPക്ക് 1,40,000 വോട്ടാണ് BDJSന് സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൊടിക്കുന്നിൽ തോൽക്കുന്നൊക്കെ ആദ്യഘട്ടത്തിൽ നമുക്ക് തോന്നിയിരുന്നു. അരുൺകുമാർ നല്ലോണം ലീഡ് ചെയ്ത് വന്നിരുന്നു. പക്ഷേ അവസാന ഘട്ടമായപ്പോൾ കൊടിക്കുന്നിൽ തന്നെ ലീഡ് ചെയ്യുന്നു. കൊടിക്കുന്നിൽ ആ ലീഡ് നിലനിർത്തുക തന്നെ ചെയ്തു. അതൊക്കെ കൂട്ടി കൊണ്ടുവന്നു അവസാനം 90,000 അദ്ദേഹം എത്തുകയും ചെയ്തു. അരുൺകുമാറിൻ്റെ മത്സരം ശക്തമായിരുന്നു. പക്ഷേ കൊടിക്കുന്നിൽ കയറുക തന്നെ. കൊടിക്കുന്നിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. കോട്ടയം നോക്കൂ. കോട്ടയം 4,37,516 വോട്ടാണ് പ്രേമേന്ദ്രൻ കിട്ടിയത്. 1,48,655 ഭൂരിപക്ഷം. പക്ഷേ മുകേഷിന് കിട്ടിയത് 3 ലക്ഷം വോട്ട് മുകേഷിന് തനിച്ച് കിട്ടിയിട്ടില്ല. 2,88,861 വോട്ട് മാത്രമാണ് മുകേഷിന് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിക്ക് 1,60,000, കൃഷ്ണകുമാറിന് കിട്ടിയത് 1,60,956. LDF നേരിട്ട ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ് കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ്റെ പ്രേമലു ആണ് അല്ലേ എന്നവർ പറഞ്ഞു. അത്ര നല്ല രീതിയിലാണ് NK പ്രേമേന്ദ്രൻ വോട്ട് പിടിച്ചിരിക്കുന്നത്. മുകേഷ് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. വെറുതെ പ്രചരണങ്ങളിൽ ഇങ്ങനെ വന്നു എന്നല്ലാതെ മറ്റു രീതിയിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ മുകേഷിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. അത് ആറ്റിങ്ങലാണ്. ഏറ്റവും ശക്തമായ മത്സരം നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇപ്പോഴും റീകൗണ്ടിംഗ് ഒക്കെ ആവശ്യപ്പെട്ട് റീകൗണ്ടിങ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ കൂടി ഒഫീഷ്യൽ സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 3,22,884 വോട്ട്, 3,21,176 വോട്ട് ബിജോയ്ക്ക്. ദെൻ BJPയുടെ വോട്ട് നോക്കും 3,07,133 വോട്ട്. അതായത് അത്രയും അടുത്ത് BJPയുടെ 3 ലക്ഷത്തിന് മുകളിൽ പിടിച്ച അടുത്ത മണ്ഡലമായിട്ട് ആറ്റിങ്ങൽ മാറിയിട്ടുണ്ട്. BJPയുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ആറ്റിങ്ങലിൽ നമ്മൾ കാണേണ്ടത്. തിരുവനന്തപുരത്തേക്ക് ആദ്യഘട്ടത്തിലൊക്കെ BJP ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. BJP ജയിക്കാനുള്ള 25,000 ലീഡ് ചെയ്ത BJP പിന്നീട് താഴ്ന്നു പോവുകയാണ് അവസാന മണ്ഡലത്തിൽ. തീരദേശ മണ്ഡലങ്ങളിൽ കോസ്റ്റൽ ബെൽറ്റിൽ വന്നപ്പോൾ ഒരു പരിധിവരെ ശശി തരൂർ ലീഡ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3,58,155 വോട്ടാണ് ശശി തരൂരിന് കിട്ടിയത്. 16,000 വോട്ടിന് ഭൂരിപക്ഷം. 3,42,078 വോട്ട് രാജീവ് ചന്ദ്രശേഖറിന്. പന്നിൻ്റെ വിതരണം 2,47,000 അല്ലെങ്കിൽ 47,648 എന്ന വോട്ടിനാണ്. അതായത് 1,10,000 വോട്ട് അദ്ദേഹത്തിന് ശശി തരൂരിനേക്കാൾ കുറവാണ്. ഏകദേശം 95,000 വോട്ട് കുറവാണ് അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ. ഇതാണ് ചിത്രം എന്ന് പറയുന്നത്.